we are going to the principle of GSM. So GSM means Global System for Mobile Communication. That is the full form of GSM, and that is a 2G standard. So we have already discussed various generations of this wireless mobile communication. So initially we discussed about telegraphy, then telephone, then came first generation, second, third, fourth, 5, etc. അതിൽ ആ സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് GSM, ദറ്റ് ഈസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് ആ വോയിസ് സർവീസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് GSM. So this can be asked for 10 marks question, GSM with its block diagram. So it is used for providing voice services and data services, that is SMS, using digital modulation. അപ്പോൾ അതിൽ ഡിജിറ്റൽ മോഡുലേഷൻ മെത്തേഡാണ് GSMൽ യൂസ് ചെയ്യുക. അപ്പോൾ GSMൽ മെയിനായിട്ട് ഓഫർ ചെയ്യുന്നത് 3 സർവീസാണ്: ടെലി സർവീസ്, ഡാറ്റ സർവീസ് ആൻഡ് അതർ സപ്ലിമെൻ്ററി സർവീസ്. അപ്പോൾ ടെലി സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വോയിസ് കോൾസ് അല്ലെങ്കിൽ സ്പീച്ച് കോൾസ് ചെയ്യാൻ സഹായിക്കുന്ന സർവീസിനെയാണ് ടെലി സർവീസ് അല്ലെങ്കിൽ ടെലിഫോൺ സർവീസ് എന്ന് പറയുക. അപ്പോൾ GSM ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ കോൾസിനെ എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നതെല്ലാം ആ GSM ഓപ്പറേറ്റർ ആയിരിക്കും. So that is the first service offered by the GSM, that is telephone service or tele service. So then second one is the data service. So the data service offered by GSM is the short message service. SMS ആണ് ആ ഡാറ്റ സർവീസ് ഇവിടെ GSM ഓഫർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ വോയിസ് മെയിൽ ബോക്സും ഇമെയിൽ അങ്ങനത്തെ സർവീസുകളാണ് GSM അല്ലെങ്കിൽ 2Gയിൽ ഉണ്ടായിരുന്ന സർവീസ് SMS. അപ്പോൾ ഈ SMS-ൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അപ് ടു 160 bytes വരെ ആയിരുന്നു. ദേ ആർ ഷോർട്ട് ആൽഫ ന്യൂമറിക് മെസ്സേജസ് ആണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ആ ഒരു മെത്തേഡിലാണ് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദറ്റ് ഈസ് ഷോർട്ട് മെസ്സേജ് സർവീസ്. So that was the second service, and third service offered by the GSM is the supplementary service. So in that it means the call forwarding, call barring, അതിനെയാണ് സപ്ലിമെൻ്ററി അഡീഷണൽ ആയിട്ടുള്ള സർവീസ്. കോൾ ഫോർവേഡ് ചെയ്യുക, അതേപോലെ തന്നെ കോൾ ബാർ ചെയ്യുക. അപ്പോൾ കോൾ ഫോർവേഡിങ് എന്ന് പറഞ്ഞാൽ ആ കോൾസിനെ ഒറിജിനൽ റിസീപ്പിയൻ്റിൽ നിന്ന് അനദർ നമ്പറിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്നത് യൂഷ്വലി ആ സബ്സ്ക്രൈബർ തന്നെയായിരിക്കും. കോൾ ബാറിംഗ് എന്ന് പറഞ്ഞാൽ കോൾസ് സ്റ്റോപ്പ് ചെയ്യുക, ബീങ് റൂട്ടഡ് ടു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസ്, ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലേക്ക് കോൾസ് പോകാതിരിക്കുക. അതേപോലെ തന്നെ ഉള്ള സർവീസിനെയാണ് കോൾ ബാറിംഗ് എന്ന് പറയുക. പിന്നെ അതുകൂടാണ്ട് കോളിനെ ഹോൾഡ് ചെയ്യാം, കോൾ വെയിറ്റിംഗ്, കോൾ കോൺഫറൻസിങ്, കോൾ ലൈൻ ഐഡൻറ്റിഫിക്കേഷൻ എക്സെട്ര. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സപ്ലിമെൻ്ററി സർവീസസ്. അപ്പോൾ GSM എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ സെല്ലുലാർ സ്റ്റാൻഡേർഡാണ്. മെയിനായിട്ട് അത് വോയിസ് ഡാറ്റയും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കോളിംഗ്, സ്പീച്ച്, കോളിംഗ് പ്രോസസ്സിനും പിന്നെ SMS ആണ് അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ്. സോ ടെലി സർവീസസ് ആൻഡ് ഡാറ്റ സർവീസസ് ആൻഡ് ഓൾസോ സപ്ലിമെൻ്ററി സർവീസസ് ലൈക്ക് കോൾ ബാറിംഗ്, കോൾ വെയിറ്റിംഗ്, കോൺഫറൻസിങ്, കോൾ ലൈൻ ഐഡൻറ്റിഫിക്കേഷൻ, കോൾ ഡൈവേർട്ടിംഗ്, കോൾ ഫോർവേഡിംഗ് എക്സെട്ര. Now the important thing to study is the GSM architecture. So the GSM architecture consists of 3 parts: the mobile station, base station subsystem and network switching subsystem. അപ്പോൾ GSMത്തിൻ്റെ ആർക്കിടെക്ചറിൽ 3 പാർട്സാണ് ഉള്ളത്. ഒന്ന് ആ മൊബൈൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ. രണ്ടാമത്തേത് ബേസ് സ്റ്റേഷൻ, അതായത് ആ ടവർ.
പിന്നെ മൂന്നാമത്തേത് ആ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിനെ സ്വിച്ച് ചെയ്യുന്ന സിസ്റ്റം, ദറ്റ് ഈസ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം. ആൻഡ് വൺ മോർ, ദറ്റ് ഈസ് ഓപ്പറേഷണൽ സപ്പോർട്ട് സബ് സിസ്റ്റം. ആ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്, ഓപ്പറേഷണൽ സബ് സിസ്റ്റം. അപ്പോൾ അതാണ് GSMൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ GSMത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റി ഇൻക്രീസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റോമിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ ബെറ്റർ സെക്യൂരിറ്റി. ദോസ് ആർ 3 അഡ്വാൻറ്റേജസ് ഓഫ് GSM: കപ്പാസിറ്റി, റോമിംഗ്. ഇപ്പോൾ ഡയഗ്രത്തിൽ 3 സെക്ഷൻസ് ആയിട്ട് കാണാം. ആദ്യത്തെ സെക്ഷനാണ് മൊബൈൽ സ്റ്റേഷൻ, രണ്ടാമത്തേത് ബേസ് സ്റ്റേഷൻ, മൂന്നാമത്തേത് നെറ്റ്വർക്ക് സിസ്റ്റം. പിന്നെ ഒരു ബ്ലോക്ക് കൂടിയുണ്ട്, ദറ്റ് ഈസ് PSTN, പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഓരോ ബ്ലോക്സും എക്സ്പ്ലെയിൻ ചെയ്യണം. അതിലാണ് ആദ്യത്തെയാണ് മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷനിലുള്ളത് ആ മൊബൈൽ തന്നെയാണ്. അപ്പോൾ മൊബൈൽ എക്യുപ്മെൻ്റ് ആണ് അതിലുള്ളത്. ആ മൊബൈൽ എക്യുപ്മെൻറ്റിൽ നമുക്കറിയാം അതിൽ സിം കാർഡാണുള്ളത്, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ഇറ്റ് ഈസ് എ സ്മാർട്ട് കാർഡ് ഓർ ഇറ്റ് ഈസ് എ ചിപ്പ് which is having the information about the user. ആ യൂസറിൻ്റെ നെയിം, അഡ്രസ്സ്, അങ്ങനെ നമ്പർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു ചിപ്പാണ് സിം കാർഡ്. That SIM card is inside the mobile. So by inserting the SIM card into the phone, the user can receive calls, make calls and other services. അപ്പോൾ ആ സിം കാർഡ് വെച്ചിട്ടാണ് നമുക്ക് കോൾസ്, ഫോണിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കോൾസ് ചെയ്യാനും അതർ സർവീസസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഇനി ആ മൊബൈലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു നമ്പറാണ് IMEI നമ്പർ, ദറ്റ് ഈസ് ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, IMEI. പിന്നെ സിം കാർഡിൽ IMSI ഉണ്ടായിരിക്കും, ഇൻ്റർനാഷണൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി, ദറ്റ് ഈസ് ഐഡൻറ്റിഫൈയിങ് ദ സബ്സ്ക്രൈബർ. ആ സബ്സ്ക്രൈബറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു വാല്യൂ ആണ് ഇൻ്റർനാഷണൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി. പിന്നെ സീക്രട്ട് കീ ഉണ്ടായിരിക്കും, ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ ആ യൂസർ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത് അറിയാനുള്ളൊരു സീക്രട്ട് കീ, ആൻഡ് ബാക്കിയുള്ള യൂസറിൻ്റെ ഇൻഫർമേഷൻ. അപ്പോൾ IMEIയും IMSIയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. IMEI ആ മൊബൈലിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, IMSI ആ സബ്സ്ക്രൈബറിൻ്റെ ഇൻ്റർനാഷണൽ ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ. അപ്പോൾ സിം കാർഡിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഒരു പാസ്വേഡ് അല്ലെങ്കിൽ യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി നമ്പർ വെച്ചിട്ട് നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ദ 3 സെക്ഷൻസ് ഓഫ് GSM ആർ ദ മൊബൈൽ സ്റ്റേഷൻ, ബേസ് സ്റ്റേഷൻ subsystem and network subsystem. So these are the 3 sections of a GSM architecture. So ആ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ തന്നെയാണ്, ആ മൊബൈൽ യൂസറിനെയാണ് നമ്മൾ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ആ മൊബൈൽ, അതിനെയാണ് മൊബൈൽ എക്യുപ്മെൻ്റ് എന്ന് പറയുക. പിന്നെ ഉള്ളത് സിം കാർഡ്. അപ്പോൾ ആ സിം കാർഡാണ് നമ്മൾ മൊബൈലിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ മൊബൈൽ സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കോള് റിസീവ് ചെയ്യുക, കോൾസിൻ്റെ എല്ലാ ഫങ്ഷൻസുമാണ് ആ മൊബൈലിൻ്റെ ഫങ്ഷൻ. കോൾസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുക, അതെല്ലാം റിസീവ് ചെയ്യുക, മേക്ക് കോൾസ്, റിസീവ് കോൾസ്, ഇത്തരം കാര്യങ്ങളാണ് ആ മൊബൈൽ യൂണിറ്റിന്. പിന്നെ ആ സിം കാർഡിലാണ് ആ പേഴ്സൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കുക. ട്രാൻസീവർ സെക്ഷൻ ആൻഡ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ. So in the figure you can see there is a BTS and BSC. BTSും BSCയുമാണ്. Those are the 2 parts in the base station subsystem. അതിൽ TS എന്ന് പറഞ്ഞാൽ ട്രാൻസീവർ,
BTS is the base transceiver and BSC is the base station controller. അപ്പോൾ ഒന്നൊരു ട്രാൻസീവറാണ്, രണ്ടാമത്തേത് കൺട്രോളറാണ്. അതാണ് BTSഉം BSCയും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. ഇനി BTSൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആ റേഡിയോ ഇൻ്റർഫേസ് ഹാൻഡിൽ ചെയ്യുക. സോ BTS വിൽ ബി ഹാൻഡ്ലിങ് ദ റേഡിയോ ഇൻ്റർഫേസ് ടു ദ മൊബൈൽ സ്റ്റേഷൻ. ആ മൊബൈൽ സ്റ്റേഷനുമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഹാൻഡിൽ ചെയ്യാനാണ് ആ BTSൻ്റെ ഫങ്ഷൻ. അപ്പോൾ BTSൻ്റെ ഫങ്ഷൻസ് വേറെ ഉള്ളത് എൻകോഡിങ്, എൻക്രിപ്ഷൻ, മൾട്ടിപ്ലെക്സിങ്, മോഡുലേറ്റിംഗ് and also feeding or giving the RF signals to the antenna. അപ്പോൾ അത്രയും ഫങ്ഷൻസ് ആണ് ബേസ് ട്രാൻസീവർ സ്റ്റേഷനുള്ളത്. ദറ്റ് ഈസ് സിഗ്നലിനെ എൻകോഡ് ചെയ്യുക, ഒരു കോഡാക്കി മാറ്റുക, പിന്നെ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുക. അതിനെ ഒരു ആൾക്ക് മാത്രമേ അതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുക. അതിനെ കോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓൺലി ബി ഡീക്രിപ്റ്റഡ്. ആ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സീക്രട്ട് കീ അറിഞ്ഞാലേ അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒറിജിനൽ മെസ്സേജ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. പിന്നെ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സിഗ്നൽസും കമ്പൈൻ ചെയ്ത് ഒരു ചാനലിൽ കൂടി അയക്കുന്നതിനാണ് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുക. പിന്നെ മോഡുലേറ്റ് ചെയ്യുക, ദറ്റ് ഈസ് ബൈ യൂസിങ് കെരിയർ. അപ്പോൾ കെരിയർ സിഗ്നൽ വഴി നമുക്ക് ആ മെസ്സേജിനെ മോഡുലേറ്റ് ചെയ്യുക. മോഡുലേറ്റ് ചെയ്യുന്ന RF ആയിട്ടായിരിക്കും. അപ്പോൾ RF സിഗ്നൽസിനെ ആൻറ്റിനാസിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ്റെ ഫങ്ഷൻ: എൻകോഡിങ്, എൻക്രിപ്ഷൻ, മൾട്ടിപ്ലെക്സിംഗ്, മോഡുലേഷൻ ആൻഡ് ഗിവിങ് ദ RF signals to the antenna. And it will also communicate with mobile station and base station control. അപ്പോൾ അത് മൊബൈൽ സ്റ്റേഷനുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതേപോലെ ബേസ് സ്റ്റേഷൻ കൺട്രോളറുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത് മൊബൈൽ സ്റ്റേഷൻ, പിന്നെ നടുക്കുള്ളത് ബേസ് ട്രാൻസീവർ. ആ ബേസ് ട്രാൻസീവർ കഴിഞ്ഞിട്ടാണ് ആ ഡയഗ്രത്തിൽ യു ക്യാൻ സി ദാറ്റ് ഈസ് ദ ബേസ് സ്റ്റേഷൻ കൺട്രോളർ. അപ്പോൾ ഈ ട്രാൻസീവർ സിസ്റ്റം അല്ലെങ്കിൽ ട്രാൻസീവർ സ്റ്റേഷനാണ് ആ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുക. ആ മൊബൈലും ബേസ് സ്റ്റേഷൻ കൺട്രോളുമായിട്ടുള്ള ഇൻ്റർഫേസ് ഈ ട്രാൻസീവർ സ്റ്റേഷനാണ്. ഓക്കെ, BTS ഇറ്റ് ഈസ് ദ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഇനി ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ബേസ് സ്റ്റേഷൻ കൺട്രോൾ. അപ്പോൾ ആ മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററും BTSഉം തമ്മിലുള്ള കൺട്രോൾ ഫങ്ഷൻസും ഫിസിക്കൽ ലിങ്ക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളാണ്. സോ യു ക്യാൻ സീ ഇൻ ദ ഫിഗർ ദർ ഈസ് എ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആഫ്റ്റർ ദ BTS. സോ ആ BTS കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നെറ്റ്വർക്കിലേക്കുള്ള കണക്ഷൻ പോകുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിലേക്കാണ്. അപ്പം മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററും BTSുമായിട്ടുള്ള ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ്. അപ്പം മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ എന്നാണ് ആ MSCയുടെ ഫുൾ ഫോം. ദ ഫങ്ഷൻസ് ഓഫ് ദ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ഓർ BSC ഈസ് ടു പ്രൊവൈഡ് ഹാൻഡ് ഓവർ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് cell configuration data, control of RF power levels in RF. So these are the three functions mainly, that is handover, handing over the control, the data of the cell, that is cell configuration data, and power levels. BTS transceiver സ്റ്റേഷൻസിലുള്ള പവർ ലെവൽസ് കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളറിൻ്റെ ഫങ്ഷൻ. അതുമാത്രമല്ല, ഇറ്റ് വിൽ ബി ഫോമിങ് ദ ഓർ ഇറ്റ് വിൽ ബി ഗിവിങ് ഫിസിക്കൽ ലിങ്ക്സ്. ആ ഫിസിക്കലായിട്ടുള്ള ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്
ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ്. ദറ്റ് ഈസ് ഫിസിക്കൽ ലിങ്ക് ബിറ്റ്വീൻ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആൻഡ് BTS. ആ മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററും BTSും തമ്മിലുള്ള ഫിസിക്കൽ ലിങ്ക്സ് ഫോം ചെയ്യുന്നത് ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ്. സോ ദറ്റ് ഈസ് അബൌട്ട് ദ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഇനി ഈ എല്ലാ ബേസ് സ്റ്റേഷൻസിനെയും സെർവ് ചെയ്യുന്നത് ഒരു മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററാണ്. ദറ്റ് ഈസ് there will be a number of base station controllers, and these base station controllers are served by a mobile switching center. And the function of the base station controller is to manage the radio resources. അപ്പോൾ ആ റേഡിയോ സർവീസസിനെ മാനേജ് ചെയ്യുക, ആ ഓരോ BTSനും വേണ്ടി മാനേജ് ചെയ്യുക ആ റേഡിയോ റിസോഴ്സസ്. അതും കൂടിയാണ് ആ ബേസ് സ്റ്റേഷൻ കൺട്രോളറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ റേഡിയോ ചാനൽ സെറ്റപ്പ് ചെയ്യുക, ഹാൻഡ് ഓവേഴ്സ്, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക, അതെല്ലാം ആണ് ഒരു ബേസ് സ്റ്റേഷൻ കൺട്രോളറിൻ്റെ ഫങ്ഷൻ. ദറ്റ് ഈസ് manages the radio resources, then handles the radio channel setup. ആ റേഡിയോ ചാനൽ സെറ്റപ്പ് ഹാൻഡിൽ ചെയ്യുക. പിന്നെ ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ചേഞ്ചിങ് എന്നാണ്. പിന്നെ ഹാൻഡ് ഓവർ ഹാൻഡ് ഓവർ ചെയ്യുക, ഹാൻഡ് ഓഫ് പ്രോസസ്സിലും അത് വരും. അപ്പം അത്രയും കാര്യങ്ങളാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളറിനെ എല്ലാം സെർവ് ചെയ്യുന്നത് ഒരു മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു സെക്ഷൻ ആ ആർക്കിടെക്ചറിലെ. പിന്നെ അതിലുള്ള മൂന്നാമത്തെ ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം. നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റമാണ് അതിലെ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ അതിൽ വരുന്ന പാർട്സ് അല്ലെങ്കിൽ സെക്ഷൻസാണ് MSC, HLR, VLR, Authentication Center, Equipment Identity Register. So these are the sections of an NSS, that is Network Switching Subsystem. അപ്പോൾ ആ നെറ്റ്വർക്കിനെ സ്വിച്ച് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ്, അതുകൊണ്ടാണ് അതിനെ നെറ്റ്വർക്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള നെറ്റ്വർക്ക് ഏരിയാസ് എല്ലാം വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ദറ്റ് ഈസ് അതിലുണ്ടാകുന്ന കാര്യം ആദ്യത്തേത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററാണ്. പിന്നെ ഒരു രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യും. ദറ്റ് ഈസ് രജിസ്റ്റേഴ്സ് ആർ മെയിൻറ്റെയിൻ ലൈക്ക് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, പിന്നെ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. ഇപ്പോൾ 3 രജിസ്റ്റേഴ്സ് ഉണ്ട് അതിൽ, HLR, VLR ആൻഡ് EIR. ഹോം ലൊക്കേഷൻ, വിസിറ്റർ ലൊക്കേഷൻ ആൻഡ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ലൊക്കേഷൻ ഡാറ്റാസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതുപോലെ തന്നെ വിസിറ്റേഴ്സിൻ്റെ ഡാറ്റാസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററാണ് വിസിറ്റർ ലൊക്കേഷൻ. പിന്നെ എക്യുപ്മെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ഡാറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. പിന്നെ ഉള്ളതാണ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ. അപ്പോൾ ഇത്രയും 5 സെക്ഷൻസാണ് ആ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് സെക്ഷനാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. അതാണ് ആ NSS എന്ന് പറയുന്ന സെക്ഷനിലെ മെയിൻ കമ്പോണൻ്റ് അല്ലെങ്കിൽ സെൻട്രൽ കമ്പോണൻറ്റ്. സോ MSC ഈസ് കോൾഡ് ആസ് ദ സെൻട്രൽ കമ്പോണൻ്റ് ഓഫ് ദ നെറ്റ്വർക്ക് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കോൾസ് സ്വിച്ച് ചെയ്യുക, ഇത് സ്വിച്ചിങ് കോൾസ് ബിറ്റ്വീൻ മൊബൈൽ ആൻഡ് അതർ യൂസേഴ്സ്. ആ ഒരു പർട്ടിക്കുലർ മൊബൈൽ യൂസേഴ്സ് തമ്മിൽ കോൾസ് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സഡ് യൂസേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ലാൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം തമ്മിൽ കോൾസ് സ്വിച്ച് ചെയ്യുക, അതാണ് ഒരു മൊബൈൽ സ്വിച്ചിങ്ങിൻ്റെ ഫങ്ഷൻ, മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിൻ്റെ ഫങ്ഷൻ. പിന്നെ അതുകൂടാതെ അതിൻ്റെ സർവീസസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ, ഓതൻറ്റിക്കേഷൻ, ഹാൻഡ് ഓവർ, കോൾ റൂട്ടിംഗ് ടു എ റോമിംഗ് സബ്സ്ക്രൈബർ. ഇത്തരം കാര്യങ്ങളാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിൻ്റെ ഫങ്ഷൻ. അതായത് രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ആ മൊബൈലിൻ്റെ യൂസർ നെയിം, ഏതാണ് ലൊക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് രജിസ്ട്രേഷനിൽ വരിക.
പിന്നെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക, അതായത് ആ യൂസർ തന്നെയാണ്, ഒരു യൂസറിന് ആ സിസ്റ്റം അവൈലബിൾ ആക്കണമെങ്കിൽ അത് അയാൾ തന്നെയാണെന്ന് കൺഫേം ആയിരിക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുക. പിന്നെ ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ ആ കോൾസ് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് ഹാൻഡിങ് ഓവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓവർ എന്ന് പറയുക. പിന്നെ അതുകൂടാണ്ടുള്ളതാണ് കോൾ റൂട്ടിംഗ്. കോൾ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റോമിംഗ് സബ്സ്ക്രൈബറിൻ്റെ കേസിലാണ് അത് വരിക. ഒരു കോള് റൂട്ട് ചെയ്ത് അയാളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കോൾ റൂട്ടിംഗ് ഫോർ എ റോമിംഗ് സബ്സ്ക്രൈബർ ഹൂ ഈസ് നോട്ട് ഇൻ ദ ഹോം ലൊക്കേഷൻ. ഹോം ലൊക്കേഷനിൽ അല്ലാത്ത ആളെയാണ് നമ്മൾ റോമിംഗ് എന്ന് പറയുക. So those are the functions of a mobile switching center. Main function is to switch the calls between the users. ആ യൂസേഴ്സ് തമ്മിലുള്ള കോൾസ് സ്വിച്ചിങ് ചെയ്യുക, അതാണ് അതിൻ്റെ ഫങ്ഷൻ. അതുകൂടാണ്ട് ഓതൻറ്റിക്കേഷൻ, കോൾ റൂട്ടിംഗ്, രജിസ്ട്രേഷൻ, ഹാൻഡ് ഓവർ എക്സെട്ര. Then the next section in that network system is the register, that is home location register. സോ ഇറ്റ് ഈസ് എ ഡാറ്റാബേസ്. അതൊരു ഡാറ്റാബേസ് ആണ്. അത് ആ സബ്സ്ക്രൈബറിനെ പറ്റിയുള്ള ഒരു പെർമനൻറ്റ് ഡാറ്റ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇറ്റ് വിൽ ബി സ്റ്റോറിങ് ദ പെർമനൻറ്റ് ഡാറ്റ അബൌട്ട് ദ സബ്സ്ക്രൈബർ. അപ്പോൾ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ആ സർവീസിൻ്റെ പ്രൊഫൈലാവാം, ലൊക്കേഷൻ, ആക്ടിവിറ്റി സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഡാറ്റാബേസിൽ ഉണ്ടാവുക. ആ യൂസറിൻ്റെ പ്രൊഫൈല്, ലൊക്കേഷൻ, ആക്ടിവിറ്റി, യൂസേഴ്സ് എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാറ്റസ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു സിം വാങ്ങിക്കുമ്പോഴാണ് ആ ഇൻഫർമേഷൻസ് എല്ലാം അതിൽ കിട്ടുന്നത്. ദറ്റ് ഈസ് വെൻ ദ ഇൻഡിവിജ്വൽ ബൈസ് എ സിം ദെൻ ഓൾ ഇൻഫർമേഷൻ ഈസ് രജിസ്റ്റേർഡ് ഇൻ ദാറ്റ് HLR. അപ്പോൾ ആ സിം കാർഡ് നമ്മൾ വാങ്ങുന്നു. അപ്പോൾ നമ്മളുടെ പ്രൂഫെല്ലാം, ഇൻഫർമേഷൻസ് എല്ലാം ആ രജിസ്റ്ററിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രജിസ്റ്ററാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. സോ ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ യൂസർ. ദെൻ സെക്കൻഡ് രജിസ്റ്റർ ഈസ് ദ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഡാറ്റാബേസ് ബട്ട് ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് ടെമ്പററി ഇൻഫർമേഷൻ. അതിൽ ടെമ്പററി ഇൻഫർമേഷനാണ് ഉണ്ടായിരിക്കുക, പെർമനൻ്റ് അല്ല, അബൌട്ട് ദ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയുള്ളൊരു ടെമ്പററി ഡാറ്റ അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ആ വിസിറ്റിംഗ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡാറ്റാസാണ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ MSC. അപ്പോൾ ആ MSCക്ക് ആവശ്യമുള്ളതാണ് ഈ ഡീറ്റെയിൽസ്, ദറ്റ് ഈസ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിനാണ് ഈ ഡീറ്റെയിൽസ് ആവശ്യമുള്ളത്. അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിലാണ്. ആ വിസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുന്ന ഡാറ്റാബേസ്. അപ്പോൾ ഈ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ വിൽ ബി റിക്വസ്റ്റിംഗ് ഡാറ്റ ഫ്രം ദ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. അപ്പോൾ ആ കോള് കണക്റ്റ് ആവണമെങ്കിൽ ആദ്യം ആ VLR HLRലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കും, ദറ്റ് ഈസ് ടു ഗെറ്റ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ അബൌട്ട് ദ യൂസർ. അപ്പോൾ ആ യൂസറിനെ പറ്റിയുള്ള ഡാറ്റ ആദ്യം VLR റിക്വസ്റ്റ് ചെയ്യും HLRലേക്ക്. അപ്പോൾ അതിൽ നിന്ന് ഡാറ്റ കൺഫേം ആയിട്ട് എടുത്തിട്ടാണ് ആ കോൾസൊക്കെ കണക്റ്റ് ആവുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ VLR ഓർ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. Then the next section in the network system is the authentication center. അപ്പോൾ authentication center എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസ് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡാറ്റാബേസ് യൂസ് ഫോർ authentication ആക്ടിവിറ്റീസ്. അപ്പം അതിലുണ്ടാവുന്നത് ഓതൻറ്റിക്കേഷനും എൻക്രിപ്ഷൻ കീസുമാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഓതൻറ്റിക്കേഷനും എൻക്രിപ്ഷൻ കീസുമാണ് ആ ഒരു ഡാറ്റാബേസിലുണ്ടാവുക. ദറ്റ് ഈസ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ ഇൻ ബോത്ത് ഹോം ആൻഡ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റേഴ്സ്. അപ്പോൾ അത് ഹോം ലൊക്കേഷൻ രജിസ്റ്ററിലായാലും വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റേഴ്സിലായാലും ആ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഓതൻറ്റിക്കേഷൻസും എൻക്രിപ്ഷൻ കീസും എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഡാറ്റാബേസിലാണ്. അതിനെയാണ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ എന്ന് പറയുക. അപ്പോൾ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൾ ചെയ്യുന്ന വ്യക്തിയെ പറ്റി ആ ഒരു സിസ്റ്റത്തിന്
അറിഞ്ഞിരിക്കണം ഇന്ന ആൾ തന്നെയാണ് അത് കോൾ ചെയ്യുന്നത്, ഇന്ന ഫോണിൽ നിന്ന് തന്നെയാണ് ആ കോൾ വരുന്നത്. അപ്പോൾ ആ ഒരു കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഓതൻറ്റിക്കേഷൻ. ഇറ്റ് ഈസ് ദ കറക്റ്റ് പേഴ്സൺ ഹൂ ഈസ് മേക്കിംഗ് ദ കോൾസ്. അപ്പോൾ കോൾസൊക്കെ എനേബിൾ ആവുന്നത് ആ ഡാറ്റാസൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ്. മൊബൈലിൻ്റെ നമ്പേഴ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഓതൻറ്റിക്കേറ്റഡ് ആവുന്നത്. എന്നിട്ട് എൻക്രിപ്ഷൻ ചെയ്യാറുണ്ട് ആ കോൾസ്. അതായത് ആ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു യൂസറിന് കോൾ ചെയ്യണമെങ്കിൽ അയാളുടെ ഒരു പർട്ടിക്കുലർ കീ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കീ വെച്ച് മാത്രമേ ആ ഡാറ്റാനെ എൻക്രിപ്റ്റ് ചെയ്യുക, വേറൊരു ഫോർമാറ്റിലാക്കി കൺവേർട്ട് ചെയ്യുക, എന്നിട്ടാണ് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു ഡീക്രിപ്ഷൻ കീ ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്ത് ആ കോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഡീക്രിപ്ഷൻ കീ യൂസ് ചെയ്തിട്ടാണ് ആ കോള് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നത്. എൻക്രിപ്ഷൻ വെച്ച് നമ്മൾ കോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റിസീവർ സൈഡിൽ ഡീക്രിപ്ഷൻ കീ വെച്ച് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കീസ് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓതൻറ്റിക്കേറ്റഡ് ആവുകയുള്ളൂ. അതേപോലെ ആ കോൾ. ദെൻ നെക്സ്റ്റ് ഈസ് ദ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. അപ്പോൾ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡാറ്റാബേസ് ദാറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് ദ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസിനെയാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ദ സെക്യൂരിറ്റി ബൈ ബ്ലോക്കിംഗ് കോൾസ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കോൾസൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഒരു എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഫ്രം സ്റ്റോളൺ മൊബൈൽ സ്റ്റേഷൻസ്. അപ്പോൾ മൊബൈൽ നഷ്ടപ്പെട്ടാലും നമുക്ക് അതിൽ നിന്നെല്ലാം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. സോ ഇറ്റ് കീപ്സ് ട്രാക്സ് ഓഫ് ദ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്. എക്യുപ്മെൻറ്റ് എന്താണ് ആ യൂസർ യൂസ് ചെയ്യുന്ന അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഓപ്പറേഷണൽ support subsystem. It will be supporting one or more maintenance centers. ഇപ്പോൾ one or more maintenance centers അത് പ്രൊവൈഡ് ചെയ്യും. that is to monitor and maintain the performance of each mobile switching center, base station centers and mobile station and within the GSM system. So that is the function of the operational support system. അതായത് മെയിൻ്റനൻസ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുക, ആ മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ഓരോത്തിൻ്റെയും പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഓപ്പറേഷണൽ സപ്പോർട്ട് സബ് സിസ്റ്റത്തിലുള്ളത്. പിന്നെ അതുകൂടാണ്ട് ഒരു സിസ്റ്റം കൂടിയുണ്ട്, ദാറ്റ് ഈസ് ദ PSTN പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക്.